ഈ ഒരു ടൊയോട്ടോ എറ്റിയോസ് കസ്റ്റമർ ഞങ്ങളുടെ ഷോപ്പിൽ കൊണ്ടുവന്നത് കുറച്ച് ഒപ്പീനിയൻസ് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു. ആ വണ്ടിയിൽ പെയിൻറ്റ് നന്നായിട്ട് ഫെയ്ഡായിട്ട് നന്നായിട്ട് യെല്ലോ കളറായിട്ടുണ്ട്. സോ ഇതിന് എന്താണ് സൊല്യൂഷൻ എന്നറിയാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഞങ്ങളുടെ ഷോപ്പിൽ വന്നത്. അപ്പോൾ യൂഷ്വലി എല്ലാ വണ്ടികളിലും ചെയ്യുന്ന പോലെ ഞങ്ങൾ ഇതിൻ്റെ പെയിൻറ്റിൻ്റെ തിക്നെസ് നോക്കിയപ്പോൾ പെയിൻറ്റിൻ്റെ തിക്നെസ് വളരെ കുറവാണ്. 110 to 120 വരെ തിക്നെസ് വേണ്ട പെയിൻറ്റ് ആക്ച്വലി 60 to 70 ഉള്ളൂ. പോളിഷിങ്ങിൻ്റെ ഹിസ്റ്ററി ചോദിച്ചപ്പോൾ വണ്ടി ഇതിനു മുമ്പ് 2-3 പ്രാവശ്യം പോളിഷിങ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. സോ ആ ഒരു പോളിഷിങ് ചെയ്യുന്ന സമയത്ത് അത് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് സാൻഡിങ് ചെയ്തുകൊണ്ടാണ് ഇത്രയും അതിൻ്റെ പെയിൻറ്റിൻ്റെ തിക്നെസ് കുറഞ്ഞിട്ടുള്ളത്. പെയിൻറ്റിൻ്റെ തിക്നെസ് ഇത്രയും കുറവ് കണ്ടപ്പോൾ കസ്റ്റമറും കുറച്ച് കൺസേൺഡായി. നമുക്ക് പോളിഷിങ് കൊണ്ട് മാത്രം ഇത് കറക്റ്റ് ചെയ്യാൻ പറ്റുമോ, അത് ഫുള്ള് റീപെയിൻറ്റിങ് ചെയ്യേണ്ടി വരും എന്നൊക്കെ അദ്ദേഹത്തിന് കൺസേൺസ് ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളത് കോൺഫിഡൻസ് അദ്ദേഹത്തിന് കൊടുത്തു. കാരണം നമ്മൾ ഇതുപോലത്തെ ഡെലിക്കേറ്റായിട്ടുള്ള പെയിൻറ്റുകൾ ഞങ്ങൾ ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. നമുക്ക് പോളിഷിങ് കൊണ്ട് ഈ പെയിൻറ്റിൻ്റെ ഒറിജിനൽ കളർ നമുക്ക് റീസ്റ്റോർ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ അതിൻ്റെ ഡീപ്പ് സ്ക്രാച്ചസ് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റില്ല, കാരണം പെയിൻറ്റിൻ്റെ തിക്നെസ് വളരെ കുറവാണ്. പക്ഷേ പെയിൻറ്റിൻ്റെ കളർ റീസ്റ്റോർ ചെയ്തെടുത്ത് നല്ല ഗ്ലോസിൽ എത്തിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഈ വണ്ടിയിൽ കുറേ ഏരിയകളിലൊക്കെ നല്ല സ്റ്റെയിൻസ് ഉണ്ടായിരുന്നു. കൂടുതലും വാട്ടർ സ്റ്റെയിൻസ് ആയിരുന്നു ഉണ്ടായിരുന്നുള്ളത്. അതെല്ലാം ഞങ്ങൾ ഫുള്ളായിട്ട് റിമൂവ് ചെയ്തു. ഞങ്ങൾ പ്രോമിസ് ചെയ്ത പോലെ തന്നെ വണ്ടിയിൽ നല്ല റിസൾട്ട്സ് അച്ചീവ് ചെയ്യാൻ പറ്റി. അതിൻ്റെ യെല്ലോയും കംപ്ലീറ്റ് ആയിട്ട് മാറി. പിന്നെ അതിൻ്റെ മൈനർ സ്ക്രാച്ചസ് എല്ലാം പോയിട്ട് വണ്ടി നല്ല ഗ്ലോസ് ആയി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യൂ. പിന്നെ നിങ്ങളുടെ ഒരു ഫ്രണ്ടിനെ ടാഗ് ചെയ്യൂ.